thank the eldership for giving me this opportunity to stand before you with the word of God. ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ എനിക്ക് അവസരം തന്ന ഓവർസൈറ്റിനോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. We are already halfway through the year. നമ്മൾ ഈ വർഷത്തിൻ്റെ ഏതാണ്ട് കൃത്യം പകുതിയിൽ വന്ന് നിൽക്കുകയാണ്. I am sure many of you had made new resolutions at the beginning of this year. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പുതിയ തീരുമാനങ്ങൾ നമ്മൾ പലരും എടുത്തിട്ടുണ്ട്. When a new year begins, we commonly hear people talk about resolutions. പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്നത് പുതിയ തീരുമാനങ്ങൾ, പുതിയ ഉടമ്പടികൾ എടുക്കുന്നതിനെ കുറിച്ചാണ്. We also hear people admitting that they are guilty of not keeping the resolution that they made in the previous year. കഴിഞ്ഞ വർഷം ആരംഭിച്ച പുതിയ തീരുമാനങ്ങളൊക്കെ അത് തുടർന്നുകൊണ്ട് പോകുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖവും പല ആളുകളും രേഖപ്പെടുത്താറുണ്ട്. Some of us may have failed to keep them, or maybe a few have been successful in keeping their resolutions. നമ്മൾ എടുത്തിരിക്കുന്ന പുതിയ തീരുമാനങ്ങളിൽ ചിലരൊക്കെ പരാജയപ്പെട്ടു, ചിലരൊക്കെ അത് തുടർന്നുകൊണ്ട് പോകുവാനും ഇടയായിട്ടുണ്ട്. These resolutions could have been related to our worldly life, നമ്മുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളായിരിക്കാം, personal goals, അല്ലെങ്കിൽ വ്യക്തിപരമായ ചെറിയ ലക്ഷ്യങ്ങളായിരിക്കാം, work related, or for those who are studying to work harder or perform better in their studies, or could be spiritual goals. ജോലിയോ പഠനവുമായിട്ടുള്ള ചില ഗോൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ചില ലക്ഷ്യങ്ങളെ കുറിച്ചായിരിക്കാം. As children of God, we also make certain decisions or resolutions pertaining to our spiritual life. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ നാം എടുക്കാറുണ്ട്. Today I wish to speak about a decision or resolution that we can also take. It does not necessarily to have to be in the beginning of a year, but one that can be taken at any time. വർഷത്തിലെ ആരംഭത്തിലേക്ക് മാത്രം ഒതുക്കി നിൽക്കാതെ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന ഒരു തീരുമാനത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. This is nothing new. Many of us may have already taken the decision in the past. ഈ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ തീരുമാനം നമ്മളിൽ അനേകർ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ളവരാണ്. We have heard this multiple times that may have failed to follow through in the true sense. At least I can admit that I am guilty of it. ദൈവവചനത്തിൽ നിന്ന് പലയാവർത്തി നമ്മൾ കേട്ടിരിക്കുന്ന ഈ കാര്യം ഒരുപക്ഷെ നമ്മൾക്ക് പരിചിതമായിരിക്കാം. എന്നാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കൊരു കുറ്റസമ്മതം നടത്തുവാനുണ്ട്. പലപ്പോഴും എനിക്കിത് പിന്തുടരുവാൻ കഴിഞ്ഞിട്ടില്ല. For today's short meditation, please turn with me to a very familiar verse which we all have memorized in our childhood. നമ്മുടെ ബാല്യം മുതൽ തന്നെ നമ്മൾ മനഃപാഠമാക്കി വെച്ചിരിക്കുന്ന ഒരു വാക്യം അടങ്ങുന്ന പുസ്തകത്തിലും അധ്യായത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. We often see this verse displayed on the walls of our many homes. നമ്മുടെ ഒക്കെ വീടുകളിൽ ഭിത്തിയിൽ ഈ വാക്യം എഴുതി ഫ്രെയിം ചെയ്തിട്ടുണ്ട്. Joshua chapter 24 verse 15. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. But as for me and my house we will serve the Lord. എന്നാൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. The book of Joshua testifies to the Lord's faithfulness to Israel. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയെ വളരെയധികം എടുത്തു കാണിക്കുന്ന ഒരു പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. Which highlights what the Lord accomplished to them by giving them possession of the promised land. വാഗ്ദത്ത നാട് അവർക്ക് അവകാശമായി കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകത്തിൽ. Chapter 23 and 24 are Joshua's farewell message to the Israelites. യോശുവ 23-24 അധ്യായങ്ങള് യോശുവയുടെ യാത്രയപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ തന്റെ അവസാനത്തെ വാക്കുകളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Here we find Joshua's realization that he is getting very old. ഇവിടെ യോശുവ പറയുന്നു, ഞാൻ വളരെയധികം വാർദ്ധക്യമായി, ഞാൻ പ്രായമായി, and his end is drawing near. എന്റെ അവസാനം അല്ലെങ്കിൽ ഞാൻ സകല ഭൂവാസികളുടെ വഴിയെ ഞാൻ പോകാൻ പോവുകയാണ്. Therefore he is reminding to the people certain things. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് താൻ പോകുന്നതിന് മുമ്പ് ചില പ്രത്യേക കാര്യങ്ങൾ അവരെ വീണ്ടും ഓർപ്പിക്കുകയാണ്. We know the importance of a person's parting word to those who leaves behind. നമുക്കറിയാം നമ്മളെ വിട്ട് കടന്നു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരുടെയൊക്കെ അവരൊക്കെ അവസാനത്തെ ദിവസങ്ങളിൽ പറഞ്ഞ വാക്കുകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. Here we can see how Joshua is trying to impart all that he can to the children of Israel before he passes away. തന്റെ മരണത്തിന് മുമ്പായിട്ട് എന്തുമാത്രം കാര്യങ്ങൾ ഇസ്രായേൽ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താമോ ആ കാര്യങ്ങളൊക്കെയാണ് ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
A similar scenario is seen in the gospel, particularly in the gospel of John chapter 15 verse 18. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും ഇതിന് തത്തുല്യമായ ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. Where on the night before his crucifixion, Jesus prepared his disciple for life after his departure. തന്റെ ക്രൂശീകരണത്തിന് മുമ്പ് തന്റെ മരണത്തിന് ശേഷം ജീവിതം എങ്ങനെയായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാരെ ഒന്ന് തയ്യാറെടുപ്പിക്കുകയാണ് അവിടെ. Jesus warned them of future difficulties, promising them the Holy Spirit to help them. അവരുടെ മുമ്പാകെ വരുന്ന അവർക്ക് വരുവാനുള്ള കഷ്ടതകളെ കുറിച്ചും അത് മാത്രമല്ല ആ കഷ്ടതകളിലൊക്കെ അവരുടെ കൂടെ നിൽക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. Commanding them to love one another and encouraging them to be faithful. പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം വിശ്വസ്തയോടുകൂടി ഇരിക്കുവാനും കർത്താവ് അവിടെ ഓർപ്പിക്കുന്നു. And again, after Jesus is raised, he prepares them for the life after his ascension, giving them the great commission. We can see Jesus preparing them to carry out preaching the gospel to the nation. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് വീണ്ടും തന്റെ ശിഷ്യന്മാരെ അവരുടെ മുമ്പാകെയുള്ള ദിവസങ്ങളെയും കാലങ്ങളെയും കുറിച്ച് അവരെ പരിശീലിപ്പിക്കുകയും അവരെ ഒരു തയ്യാറെടുപ്പിന്റെ സന്ദേശം നമ്മൾ അവിടെ കാണുന്നു. Coming back to our topic, നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, of all the things that Joshua tells the Israelites, that we can see that his primary concern is that children of Israel continue to love and serve the Lord and stick to the commandment of his word. ഈ അധ്യായങ്ങളിൽ അനേക കാര്യങ്ങൾ യോശുവ ഇസ്രായേൽ മക്കളെ പറഞ്ഞും ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ള നിങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രമേ സ്നേഹിച്ച് അവനെ മാത്രമേ സേവിക്കാവുള്ളൂ എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. Joshua wants to pass on to the leaders of Israel on this day a sense of what he had witnessed the Lord. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും തൻ്റെ സ്വന്തം കൊണ്ട് താൻ അതിന് സാക്ഷ്യം വഹിക്കുകയും അങ്ങനെ താൻ അനുഭവിച്ച കാര്യങ്ങൾ ഇസ്രായേലിന്റെ നേതാക്കന്മാരെ പറഞ്ഞേൽപ്പിക്കുകയാണ് യോശുവ. And also wants to do among them throughout all of his years. തൻ്റെ കാലഘട്ടത്തിലുടനീളം താൻ കണ്ട കാര്യങ്ങളും താൻ അനുഭവിച്ച കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. His understanding of the faithfulness of the Lord, ദൈവത്തിന്റെ വിശ്വസ്തത, as well as the Lord's power to keep all of his promises. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളെയും അത് നിറവേറ്റുവാനുള്ള ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും യോശുവ പറയുന്നു. At the end of a long and full life, Joshua's concern was not about himself. വളരെയധികം വിജയകരമായ ഒരു ജീവിതം നയിച്ച് ദൈവം ചെയ്ത വലിയ പ്രവൃത്തികളൊക്കെ കണ്ട് അങ്ങനെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിക്കും പറയുവാനുള്ളത് തന്നെ കുറിച്ചല്ല. His greatest concern was for his people and their relationship to God. തന്റെ മനസ്സിൽ ഏറ്റവും ഭാരമായിട്ടിരുന്നത് ഇസ്രായേൽ മക്കൾക്ക് സൈന്യങ്ങളുടെ ദൈവമായിട്ടുള്ള യഹോവയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. He didn't want to leave until he had once again challenged them to love the Lord and keep his commandments. ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യണമെന്ന് എത്രയാവർത്തി പറഞ്ഞാലും മതിയാകാത്ത വണ്ണമാണ് യോശുവ ഇസ്രായേൽ മക്കളെ അഭിസംബോധന ചെയ്യുന്നത്. His whole life would be in vain if they failed to keep the covenant and enjoy the blessings of the promised land. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഇസ്രായേൽ മക്കൾ ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ച് യഹോവയെ തുടർന്നും സേവിച്ചില്ലെങ്കിൽ യോശുവയുടെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമാകും എന്ന നിലയിലാണ് നമ്മൾ യോശുവയുടെ വാക്കുകൾ മനസ്സിലാക്കേണ്ടത്. Joshua tries to impress upon the Israelites the fact that the Lord himself had been fighting for them and giving the victory over all of their enemies. തങ്ങൾക്ക് വേണ്ടി പോരാടുകയും തങ്ങൾക്ക് വേണ്ടി വിജയം നൽകുകയും ചെയ്തത് മറ്റാരുമല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ് എന്നുള്ളത് വളരെയധികം ആണയിട്ട് ഉറപ്പിച്ച് യോശുവ പറയുന്നു. Joshua in his farewell address reminds the people how God had redeemed Israel from Egypt. തന്റെ അവസാന വാക്കുകളിൽ യോശുവ ആരംഭിക്കുന്നത് തന്നെ എങ്ങനെ ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. And preserved them for 40 years during their journey to the promised land. വാഗ്ദത്ത നാട്ടിലേക്കുള്ള അവരുടെ യാത്രയിൽ 40 വർഷക്കാലം എങ്ങനെ അവരെ സംരക്ഷിച്ചു എന്ന് യോശുവ പറയുന്നു. How he drove out the people who lived there and gave them their land as an inheritance. ഇവർ കൈവശമാക്കുവാൻ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ എങ്ങനെ അവിടുന്ന് ദൈവം ഓടിച്ചുവെന്നും ആ ദേശം എങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് കൈവശപ്പെടുത്തുവാൻ കഴിഞ്ഞുവെന്നും താൻ ഓർപ്പിക്കുന്നു. Joshua exhorts the people to worship God for what he had done for them. തങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെയൊക്കെ അതിനൊക്കെ പ്രത്യുപകാരമായിട്ട്
യഹോവയെ നമസ്കരിച്ച് ആരാധിച്ച് സേവിക്കണമെന്ന് യോശുവ പറയുന്നു. Because God had faithfully kept all his promises, it was expected of the Israelites to keep his commandments. ദൈവം തന്റെ ഭാഗം താൻ ഉടമ്പടി ചെയ്ത വാഗ്ദത്തങ്ങളെല്ലാം വിശ്വസ്തയോടുകൂടി ചെയ്തതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് ഈ നല്ലവനായ ദൈവത്തെ നമസ്കരിച്ച് ആരാധിച്ച് സേവിക്കുക എന്നല്ലാതെ മറ്റു യാതൊരു പോംവഴിയുമില്ല എന്ന് യോശുവ ഓർപ്പിക്കുന്നു. Their continued enjoyment of the blessing of the promised land was dependent upon their obedience of the covenant. എന്ന് മാത്രമല്ല, ഈ ദൈവം ഇസ്രായേൽ മക്കളുമായിട്ട് വെച്ച ഉടമ്പടിയോട് അതിനോടുള്ള പൂർണ്ണ അനുസരണത്തിന്റെ ഭാഗമായിട്ട് അതിൽ അധിഷ്ഠിതമായിട്ടാണ് അവരുടെ വാഗ്ദത്ത നാട്ടിലുള്ള ജീവിതം. Joshua has already made his choice and makes it very clear to the people when he says, "As for me and my house, we will serve the Lord." ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ ഇവിടെ പറയുന്നതിന് മുമ്പ് തന്നെ വളരെ ദൃഢമായ തീരുമാനമെടുത്തിട്ട് മറ്റുള്ള ഇസ്രായേൽ മക്കളെ എല്ലാം ആ തീരുമാനത്തിലേക്ക് ഒന്നുകൂടെ ആഹ്വാനം ചെയ്യുകയാണ്. Joshua is saying, "Whatever may befall me, whatever circumstance may arise, and whatever adversity I may have to face, one thing I know for certain, that I and my household will serve the Lord." ഒരർത്ഥത്തിൽ യോശുവ പറയുന്നത്, എൻ്റെ മുമ്പാകെയുള്ള അവസ്ഥാന്തരങ്ങളും എൻ്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എന്തു തന്നെ ആയിരുന്നാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ മാത്രമേ സേവിക്കുകയുള്ളൂ. Joshua declares that no circumstance, hardship or trial will change his determination to serve the Lord faithfully. ഒരു പ്രതിസന്ധിയും ഒരു പോരാട്ടവും യഹോവയെ വിശ്വസ്തയോടുകൂടി സേവിക്കുന്നതിൽ നിന്ന് തങ്ങളെ പിന്മാറ്റത്തിലേക്ക് നയിക്കയില്ല എന്നാണ് യോശുവ പറയുന്നത്. God instituted the first household or family. അങ്ങനെ ദൈവമാണ് കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചത്. He created the first man and the first woman. ആദ്യത്തെ പുരുഷനെയും സ്ത്രീയെയും യഹോവയാണ് സൃഷ്ടിച്ചത്. He brought them together to form a family. ഒരു കുടുംബമായി തീരേണ്ടതിന് അവരെ ഒന്നിച്ചു കൊണ്ടുവന്നു. He instituted the family for the welfare of the human society. മനുഷ്യ സമൂഹത്തിന്റെ ഭദ്രതയ്ക്കും നന്മയ്ക്കും വേണ്ടി കുടുംബം എന്ന സംവിധാനം ദൈവം കൊണ്ടുവന്നു. It is God's will that families be saved and they worship him. കുടുംബങ്ങൾ എല്ലാവരും ദൈവത്തെ നമസ്കരിച്ച് ആരാധിച്ച് ജീവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു ആഗ്രഹം കൂടിയാണ്. By faith, Noah prepared an ark for saving his household. നമുക്കറിയാം, വിശ്വാസത്തിൽ തന്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നോഹ പെട്ടകം പണിതു. Because of his faith, Noah, his wife, son, and their wives were saved from the flood. നോഹയുടെ വിശ്വാസത്തിന്റെ ഫലമായിട്ട് നോഹയും തന്റെ കുടുംബവും ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. Lord shut them in the ark. ദൈവം അവരെ ആ പെട്ടകത്തിനകത്ത് ഒളിപ്പിച്ചു. The whole world was destroyed by the flood, but Noah and his family was saved. പ്രളയമുഖാന്തരം ലോകം പരിപൂർണമായിട്ട് നശിച്ചുവെങ്കിലും നോഹയുടെ വിശ്വാസം മൂലം നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. After they came out of the ark, Noah built an altar to the Lord. ആ പെട്ടകത്തിൽ നിന്ന് നോഹയും കുടുംബവും സുരക്ഷിതരായി പുറത്തേക്ക് വന്നു കഴിഞ്ഞ് അവർ ദൈവത്തിന് ഒരു യാഗപീഠം പണിതു. He offered burnt offering on the altar. അങ്ങനെ ദൈവത്തിന് യാഗങ്ങളെ അർപ്പിച്ചു. The Lord accepted their worship and was pleased with it. നോഹയുടെയും കുടുംബത്തിന്റെയും ആരാധന ദൈവം സ്വീകരിക്കുകയും ദൈവം അതിൽ പ്രസാദിച്ചു എന്ന് ദൈവവചനം പറയുന്നു. It is to be specially noted that even before Noah built a house for his family, but he built an altar to God. എന്നാൽ നമുക്കറിയാം, നോഹയും കുടുംബവും പിന്നീട് വന്ന് സെറ്റിൽ ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ആദ്യം ചെയ്തത് ദൈവത്തിന് ഒരു ആരാധന കഴിച്ചു എന്നുള്ളതാണ്. Here we see how much importance Noah gave to the Lord. എന്തുമാത്രം പ്രാധാന്യമാണ് യഹോവയ്ക്ക് നോഹ നൽകിയത്. We read this in Genesis chapter 8 verse 18 to 21. ഈ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. How much importance do we give to worshiping God with our household? നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബമായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ എത്രമാത്രം പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത്. It is to be noted that Joshua is speaking not only for himself but declares that his family which the Lord has given him and the children that God has gifted to him will serve the Lord. യോശുവ താൻ തന്നെ യഹോവയെ സേവിച്ചു, എന്നാൽ അവിടെ കൊണ്ട് നിർത്തുവല്ല, തന്റെ കുടുംബം മുഴുവനും യഹോവയെ സേവിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്. Here Joshua declares his determination to serve the Lord with his family. തന്റെ കുടുംബമായിട്ട് ഒരുമിച്ച് ദൈവത്തെ ഞങ്ങൾ സേവിക്കുമെന്നുള്ള ഒരു ദൃഢ തീരുമാനം താൻ എടുക്കുകയാണ്. Joshua then goes on to point out some 5 things today I would like to speak that we need to do to serve the Lord in all sincerity and truth. ഈ വാക്കുകൾ പറഞ്ഞ ശേഷം യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Verse 6, number 1. ആദ്യമായിട്ട് 6-ാം വാക്യം. Do all that is written in the book of law. 23. 23-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്ന, ആകയാൽ
മോശയുടെ ന്യായപ്രമാണത്തിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കണം. Be therefore very courageous to keep and to do all that is written in the book of the law of Moses, that ye turn not aside therefrom to the right hand or to the left. അതിൽ പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും. We know that in this world, especially in the times we are, it is not easy to as said to serve the Lord. നമുക്കറിയാം, നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിപൂർണമായിട്ട് ദൈവത്തെ സേവിക്കുക, ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. We will face many difficulties. അങ്ങനെ നമ്മൾ ചെയ്യാൻ നമ്മുടെ യാത്രയിൽ ഒത്തിരി പ്രതിസന്ധികൾ നമുക്കുണ്ടാവും. Many a struggle will come in our lives. നമ്മുടെ ജീവിതത്തിൽ പല പല പരീക്ഷണങ്ങൾ കടന്നു വരും. The pressures of this world around us forcing us to conform. ഈ ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് അതിന് നമ്മളെ തന്നെ വിധേയരാക്കത്തക്കവണ്ണം അത്രമാത്രം സമ്മർദ്ദം നമുക്കുണ്ടാകും. Therefore it takes great courage to defy the crowds and stay true to the Lord. അതുകൊണ്ട് ഭൂരിഭാഗം എന്തു പറയുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിന്റെ മുമ്പാകെ സത്യസന്ധരായിട്ട് ജീവിക്കുവാൻ വളരെയധികം ഉറപ്പും ധൈര്യവും നമുക്ക് ആവശ്യമാണ്. If we have to serve the Lord and withstand the pressures of the world, then we should stand firm in the word. നമ്മൾ ദൈവത്തെ സത്യമായി സ്നേഹിച്ചുകൊണ്ട് ലോകത്തിന്റെ എല്ലാ പ്രേരണകളോടും നമ്മൾ അതിൽ നിന്ന് പിന്മാറി ജീവിക്കണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് പതിഞ്ഞിരിക്കണം. For this we need to have sound knowledge of the word, which will enable us not to turn right or left from his commandments. ഇടത്തോട്ടോ വലത്തോട്ടോ ദൈവകൽപ്പനയിൽ നിന്ന് മാറാതെ ദൃഢമായി അതിനെ പിന്തുടരുവാനുള്ള മനസ്സൊരുക്കം നമുക്ക് വേണം. Second thing he spoke about, verse 7. രണ്ടാമത്തെ കാര്യം 7-ാം വാക്യത്തിൽ So that you will not associate with the Gentiles. And lest you go among these nations, these who remain among you, you shall not make mention of the name of their gods, nor cause anyone to swear by them. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത്. അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. You shall not serve them or not bow down to them. അവരെ സേവിക്കുകയോ അവരുടെ മുമ്പാകെ നമസ്കരിക്കുകയോ ചെയ്യരുത്. In Exodus chapter 23 verse 24-25, Moses had warned Israel against compromising with evil nation in the land. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തില് മറ്റ് രാജ്യങ്ങളിലുള്ള ആരാധന ക്രമങ്ങളെ അതിനെയൊക്കെ അനുസരിച്ച് പോയാലുണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് മോശ വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ മക്കളെ ഓർപ്പിക്കുന്നുണ്ട്. We read like that, thou shalt not bow down to their gods, nor serve them, nor do after their works, but thou shalt utterly overthrow them and completely break down their sacred pillars. അവിടെ പുറപ്പാട് പുസ്തകത്തിലെ മോശ പറയുന്നത് ഇതേ കാര്യമാണ്. നിങ്ങൾ മറ്റ് ദേശങ്ങളിലെ ദേവന്മാരെ അവരുടെ മുമ്പിൽ നമസ്കരിക്കരുത്, സേവിക്കരുത് എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി അവരുടെ ആരാധനയ്ക്ക് വേണ്ടി എന്തൊക്കെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനെല്ലാം തകർത്ത് കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. In Exodus also chapter 34 verse 12-15, be careful not to make a treaty with those who live in the land where you are going, or they will be a snare among you. Do not worship any other god, for the Lord, whose name is jealous, is a jealous God. Be careful not to make a treaty with those who live in the land for which they prostitute themselves to their God and sacrifice for them. They will invite you and you will eat their sacrifices. നിങ്ങളെ രക്ഷിച്ച് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ തീഷ്ണതയുള്ള ദൈവമായതുകൊണ്ട് മറ്റ് ജാതികളുടെ ദേവന്മാരെ നമസ്കരിക്കരുത്, സേവിക്കരുത് എന്ന് മാത്രമല്ല, മോശ പറയുന്ന അവിടെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ യാതൊരു ധാരണകളും നിങ്ങൾ ഉണ്ടാക്കരുത്. കാരണം അങ്ങനെ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തെറ്റിപ്പോകുവാനുള്ള സാധ്യത വളരെയാണ്. Here God wants his children against associating themselves in any way with the people of the land. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെ ആളുകളുമായിട്ട് പൂർണ്ണമായിട്ട് ഇടകലർന്ന് ജീവിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് വളരെ ശക്തമായ താക്കീത് നൽകുന്നു. That's why Joshua reaffirmed this warning in verse 13, chapter 23 verse 13. അത് വീണ്ടും ഈ 23-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലെ യോശുവ പിന്നെയും എടുത്ത് ഓർപ്പിക്കുകയാണ് അവരെ. Know for certainty that the Lord your God will be no more drive out this nation from before you, but they shall be snares and traps unto you, and scourges in your sides, and thorns in your eyes, until you perish from this good land which the Lord your God hath given you. ദൈവമായ ഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയില്ലെന്നും നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിങ്ങൾ നശിച്ച്
പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളുമായിരിക്കുമെന്നും അറിഞ്ഞുകൊള്ളുകയും. They must especially take heed of all approaches toward adultery. ഇതാ ഇവിടെ സകല തരത്തിലുള്ള വ്യഭിചാരത്തിന് കാരണമാവുന്ന സംഗതികൾ, the sin to which they were first inclined and would be most tempted. അവരേറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുവാൻ പ്രേരിക്കപ്പെടുവാൻ സാധ്യതയുള്ള പാപമായിട്ട് അവിടെ യോശുവ അതിനെ എടുത്ത് കാണിക്കുന്നു. They must not acquaint themselves with adulterers. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. Nor come among them to visit them or to be present at any of their feasts or entertainments. അവരെ സന്ദർശിക്കുകയോ അവരുടെ പെരുന്നാളുകളിലോ ഉത്സവങ്ങളിലോ ഒന്നും പോയി നിങ്ങൾ പങ്കെടുക്കരുതെന്ന് പറയുന്നു. If Israel began to mingle with this nation, then God would take away their blessings and this nation would bring distress and defeat to the Israel. വേറെ വലിയ ഒരു താക്കീത് നൽകുന്ന ഇങ്ങനെയുള്ള ദേശത്തിലുള്ള ജാതികളുമായിട്ട് ഇടകലർന്ന് അങ്ങനെ ഒരു സംസർഗം ഇസ്രായേൽ മക്കൾ ചെയ്തുവെങ്കിൽ ദൈവം ഇസ്രായേൽ മക്കളുടെ മേൽ വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തിരികെ എടുക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. Joshua used these words in verse 13: snares, traps, scourge, thorns. ഇവിടെ യോശുവ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച്, കുടുക്ക്, കെണി, വിലാപ്പുറത്ത് ചമ്മട്ടി, കണ്ണിൽ മുള്ളും. വളരെ ശക്തമായ പദപ്രയോഗമാണ്. We are to worship and devote ourselves to the Lord God and Him alone, for we belong to very jealous God. നമ്മൾ അവിടെ പറഞ്ഞ നിങ്ങൾ തീക്ഷ്ണതയുള്ള, നിങ്ങളുടെ ദൈവമായ യഹോവ തീക്ഷ്ണതയുള്ള ദൈവമായതുകൊണ്ട് നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ സേവയും നിങ്ങളുടെ നമസ്കാരങ്ങളും എല്ലാം യഹോവയ്ക്ക് മാത്രമായിരിക്കും. As we read in Deuteronomy chapter 6 verse 15, for the Lord thy God is a jealous God among you. Let the anger of the Lord thy God be kindled against thee and destroy thee from the face of the earth. ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മറ്റ് അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്, നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. Joshua warns the people that if they do not separate themselves from the ungodly influences around them, those influences will become instruments of torture leading to their destructions. ഇതാ വീണ്ടും വീണ്ടും വളരെ ശക്തമായ ഭാഷയിൽ യോശുവ പറയാണ്, മറ്റ് ജാതികളുമായിട്ട് അന്യദേവന്മാരെ സേവിക്കുന്നവരുടെ യാതൊരു സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. Third thing is verse 8. മൂന്നാമത്തെ കാര്യം ഓർപ്പിക്കാനുള്ള 8ാം വാക്യം, but cleave unto the Lord your God as we have done until this day. നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പീൻ. You are to cleave to the Lord your God. യഹോവയോട്, നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിക്കണം. All of us feel the pressure of this world around us, forcing us to conform. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ പറ്റിച്ചേരുവാൻ സാധ്യതയുള്ളത് ഈ ലോകത്തിന്റെ രീതികളോടാണ്. It takes great courage to defy the crowds and stay true to the Lord. അങ്ങനെ അതിനോടൊക്കെ പറ്റിച്ചേരാതെ ദൈവത്തിന്റെ യഹോവയുടെ മുമ്പിൽ സത്യമായിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെയധികം ധൈര്യവും വളരെയധികം ഉറപ്പും വേണ്ടിയ കാര്യമാണ്. The word cleave is used in Genesis chapter 2 verse 24. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ പറ്റിച്ചേരുന്ന ആ പദപ്രയോഗം അവിടെ കൊടുത്തിട്ടുണ്ട്. How it described a husband's relationship to his wife. Therefore shall a man leave his father and his mother and shall cleave unto his wife. ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേർന്നിരിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്നു. Cleave unto the Lord your God, that is to delight in him. അതുപോലെ തന്നെ അതേ പദപ്രയോഗമാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ യഹോവയോട് പറ്റിച്ചേർന്ന് അവനിൽ സന്തോഷിക്കണം. Depend upon him. അവനിൽ ആശ്രയിക്കണം. Devote yourself to his glory. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കണം. Continue to do so to the end. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ അങ്ങനെ ആയിരിക്കണം. So we can cleave unto the Lord by our obedience, total affection. നമ്മുടെ പരിപൂർണമായ സ്നേഹത്താലും പൂർണ്ണമായ അനുസരണയാലും ദൈവത്തോട് പറ്റിച്ചേരാം. Faithful service and worship to him and him alone. വിശ്വസ്തയുള്ള ആരാധനയും വിശ്വസ്തയുള്ള സേവനവുമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തോട് പറ്റിച്ചേരാം. Number 4 is verse 11. നാലാമത്തെ കാര്യം 11-ാം വാക്യം, Take diligent heed to yourself to love the Lord your God. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പിൻ. Joshua reminds Israel now that they are in the promised land and they have to be more watchful and diligent than when they were in the wilderness. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്തു വന്ന ഇസ്രായേൽ മക്കൾ അവർ നോക്കിപ്പാർത്ത ആ വാഗ്ദത്ത ദേശത്ത് ഇപ്പോൾ നിൽക്കുമ്പോൾ യോശുവ അവരെ പിന്നെയും ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. Because temptation will be stronger partly from the examples.
വാഗ്ദത്ത നാട്ടിൽ വന്നതിന് ശേഷം ഉണ്ടാകാവുന്ന പരീക്ഷണങ്ങൾ വളരെയധികമായിരിക്കും. The influence and indirect effects of your bad neighbors, and partly because of the peace, prosperity and pride which will lead you to forget the Lord who gives all of this to you. ചുറ്റുമുള്ള സമാധാനവും ചുറ്റുമുള്ള അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഒക്കെ കാണുമ്പോൾ അതിലേക്ക് കാൽ വഴുതി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് യോശുവ അവരെ വീണ്ടും വീണ്ടും ഇവിടെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ പൂർണ്ണ മനസ്സോടെ യഹോവയെ സേവിപ്പാൻ ജാഗ്രതയുണ്ടായിരിക്കണം. Coming to our times, God has brought us to this country, a land of not only plenty but also of luxuries in the midst of people. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെയൊക്കെ വളരെയധികം അനുഗ്രഹവും സമ്പത്തും സമൃദ്ധിയുമുള്ള ഈ നാട്ടിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. In the midst of people indulging in all kinds of ungodliness and evil. സകലവിധ അസന്മാർഗിക പ്രവൃത്തി നമ്മുടെ ചുറ്റും നടക്കുന്ന അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. So when we live among these ungodly people, we have to be very careful not to adapt their ways and mingle with them. ദൈവത്തെ തിരസ്കരിച്ച് ദൈവമില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അനേക ദേവന്മാരുണ്ട് ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. The last point is verse 14. അഞ്ചാമതായിട്ട് പറയുവാനുള്ളത് 14-ാം വാക്യം. Put away the other gods. ഇതാ ഞാൻ ഇന്ന് സകല ഭൂഷൽ അവിടെ പറയുന്ന നിങ്ങളുടെ മറ്റെല്ലാ ദൈവങ്ങളെയും നിങ്ങൾ മാറ്റി വെക്കണം. Verse 14. Now fear the Lord and serve him with all faithfulness. Throw away the gods your ancestors worship beyond the Euphrates river and in Egypt, and serve the Lord. And verse 15. But if serving the Lord seems undesirable to you, then choose for yourself this day whom you will serve, whether God your ancestors, and serve beyond the Euphrates or the God of the Amorites, in whose land you are living. But as for me and my household, we will serve the Lord. 24-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവേൻ. Joshua made it very clear that the people of Israel had to make a decision to serve the Lord. വളരെ ശക്തമായ ഭാഷയിൽ വളരെ വ്യക്തമായിട്ട് കൃത്യതയോടുകൂടി യോശുവ ഇസ്രായേൽ മക്കളോട് പറയാണ്, നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്തേ മതിയാകുകയുള്ളൂ. To make a decision to serve the Lord God and none another. If they have to serve the Lord, they should have to get rid of this false god. അപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ യഹോവയാണ് നിങ്ങൾ നമസ്കരിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ആരാധിക്കുവാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ ദേവന്മാരെയും മൂർത്തികളെയും അവരോടുള്ള ആ പ്രീണനമൊക്കെ നിങ്ങൾ മാറ്റണം. As he knows, some were secretly worshipping. കാരണം യോശുവയ്ക്ക് അറിയാം ഈ ഇസ്രായേൽ മക്കളിൽ ചിലരൊക്കെ അന്യദേവന്മാരെ കൂടെ ഇതിന്റെ കൂടെ ആരാധിക്കുന്നുണ്ട്. Even after all they saw and experienced in the wilderness, there were still some who confused to serve the God or of the land. യഹോവയെ ചെയ്ത വലിയ പ്രവൃത്തികളൊക്കെ കണ്ടിട്ടും പൂർണ്ണമായിട്ട് അതിന് സമർപ്പിക്കാതെ യഹോവയെ നമസ്കരിക്കുന്നതിന്റെ കൂടെ മറ്റ് ദൈവങ്ങളെയും മറ്റ് ആരാധനകളെയും കൊണ്ട് നടക്കുന്ന വ്യക്തികൾ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. That's why Joshua is exhorting the people to serve the Lord God so that they do not lose out the blessing that Lord has kept in store of his children. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ശക്തമായ ഭാഷയിൽ വീണ്ടും വീണ്ടും യോശുവ ഇസ്രായേൽ മക്കളെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്. Joshua gives the call to the Israelites to take a decision. ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി യോശുവ ഇസ്രായേൽ മക്കളെ ആഹ്വാനം ചെയ്യുന്നു. Choose ye whom ye shall serve. നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത്. The choice is not whether you will serve God or not, but which God you will serve. നിങ്ങൾ ദൈവത്തെ സേവിക്കുമോ ദൈവത്തെ വിശ്വസിക്കുമോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. നിങ്ങൾ ഏത് ദൈവത്തെ, നിങ്ങൾ സത്യദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിക്കുമോ അവനെ സേവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. If we have to serve the Lord as a family along with our children whom God has gifted us, then we have to follow the same guidelines that Joshua gave the Israelites. നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കള് മറ്റ് കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് നമ്മൾ ദൈവത്തെ നമസ്കരിക്കണമെങ്കിൽ യോശുവ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങുകയും നമ്മൾ അതിനെ അനുസരിക്കുകയും വേണം. We have to follow the law, and for that we have to have some sound knowledge in the word of God so that we may not deviate from God's word. ദൈവവചനത്തില് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ വായിക്കണം, പഠിക്കണം. അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായെങ്കിൽ മാത്രമേ യഹോവയെ മാത്രം
പൂർണ്ണമായിട്ട് സേവിക്കുവാൻ നമുക്ക് കഴിയും. We must be careful about not to associate with ourselves with unbelievers. മറ്റുള്ള അവിശ്വാസികളുമായിട്ട് അന്യ ദേവന്മാരെ സേവിക്കുന്നവരുമായിട്ടുള്ള നമ്മുടെ ആ ഇടകലരുന്നത് നമ്മൾ വളരെ സൂക്ഷിക്കണം. When we began to associate ourselves with non-believers, their ungodly ways began to influence us. കാരണം മോശെ ഓർപ്പിച്ച പോലെ നിങ്ങൾ മറ്റ് ദേശത്തുള്ള ആളുകളെ കണ്ട് അവരുമായിട്ട് വ്യാപാരത്തിലും സംസാരത്തിലും ഒക്കെ നിങ്ങൾ ഇടകലരുമ്പോൾ അവരുടെ ആരാധനാക്രമങ്ങൾ പതുക്കെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വരാൻ തുടങ്ങും. Even without us realizing that it, and thus slowly we may begin to drift away from godly ways. ഒരുപക്ഷെ വളരെ സാവധാനമായിരിക്കും ദൈവത്തിന്റെ വഴികളിൽ നിന്ന് നമ്മൾ പതുക്കെ ഒന്ന് മാറി മാറി ദിശ തെറ്റിപ്പോകും. What better example do we have before us than the great King Solomon? ശലോമോൻ രാജാവല്ലേ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. His early years presents the portrait of a man deeply rooted in God. ദൈവത്തെ വളരെ ഭയപ്പെട്ട ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ബാല്യകാലം, ഒരു യൗവനകാലം തനിക്കുണ്ടായിരുന്നു. But later on we see that the same man turned away to other gods under the influence of his foreign wives, which led to disastrous consequences. എന്നാൽ അന്യദേശത്തു നിന്ന് വന്ന സ്ത്രീകളെ ഭാര്യമാരായിട്ട് സ്വീകരിച്ച് അതിന്റെ ഭാഗമായി ശലോമോൻ യഥാർത്ഥ ദൈവത്തോടുള്ള ആരാധനയിൽ നിന്ന് മാറി ദൈവത്തിൽ നിന്ന് പരിപൂർണമായിട്ട് തെറ്റിപ്പോകുന്നത് നമ്മൾ കാണുന്നു. We must therefore be very careful with whom we associate ourselves, especially the youth. Be careful with whom you are making friendship for these ungodly relationship. നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് യുവാക്കള് ആരുമായിട്ടാണ് നമ്മൾ സൗഹൃദം പങ്കിടുന്നതെന്നുള്ള വളരെ ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. Because these ungodly relationship can carry you away from God. കാരണം നമ്മുടെ ഈ സൗഹൃദങ്ങള് ദൈവത്തെ അറിയാത്തവരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവനുള്ള ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ ആരാധനയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാനുള്ള സാധ്യതയുണ്ട്. We must understand that failing to listen to God brings destruction and disaster. അതുതന്നെയാണ് യോശുവ ഇവിടെ ഓർപ്പിക്കുന്നത്. ദൈവം പറയുന്ന കൽപ്പനകളും വാക്കുകളും നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ നമ്മളെ നാശത്തിലേക്കും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നു. Then we have to practice to cleave unto the Lord God. ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ നമുക്കിടയാകണം. We have to let go of all the things that take away from our God. ദൈവവുമായിട്ടുള്ള നമ്മുടെ സമർപ്പണത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന സകല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി. We have to love the Lord our God and only Him, for we brought us out of the captivity of sin. ഇതാ പാപത്തിന്റെ അധീനതയിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച വലിയവനായ ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ, സേവിക്കാവൂ. He is not only our creator but also our provider and protector. നമ്മുടെ സൃഷ്ടാവ് മാത്രമല്ല, നമുക്ക് സകല കാര്യങ്ങളും തരുന്ന ദാതാവുമാണ്, നമ്മുടെ സംരക്ഷകനുമാണ്. And lastly, we have to abandon anything and everything that hinders our relationship with God. അവസാനമായിട്ട് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് തടസ്സമായിട്ട് ഇടയ്ക്ക് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം. As I conclude, let us ask ourselves. അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. In the midst of all the difficult circumstances that come our way, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സകല പ്രതികൂല പ്രതിസന്ധികളുടെ മധ്യത്തിൽ can we take that one decision in its true sense നമുക്ക് വാസ്തവമായിട്ട് സത്യമായ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുമോ? and say as Joshua did, as for me and my family we will serve the Lord? യോശുവ എടുത്ത ആ തീരുമാനം തന്നെ നമുക്ക് വീണ്ടും ഒന്ന് ആവർത്തിച്ച് നമുക്ക് വീണ്ടും തീരുമാനിക്കാമോ? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. May God help us in the coming days to serve the Lord and love Him and Him alone. വരുന്ന ദിവസങ്ങളിൽ യഹോവയെ അനുസരിച്ച്, യഹോവയെ സേവിച്ച്, അവനെ മാത്രം സ്നേഹിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. May His name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.